ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇമിറ്റേഷൻ ജ്വല്ലറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് ഒക്കെ എടുത്തിട്ട് വരികയായിരുന്നു കേട്ടോ. അപ്പൊ ഫ്ലൈറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരാളായിട്ട് നമ്മൾ സംസാരിക്കണ്ടായി. നമ്മുടെ സീറ്റിന്റെ അടുത്തുള്ള ആളാണ് കേട്ടോ. അപ്പൊ ആള് നമ്മുടെ ബിസിനസിനെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് സംസാരിച്ച നമ്മുടെ ജ്വല്ലറി ബിസിനസിനെ കുറിച്ച് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ ആള് നമ്മുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടിട്ട് ആള് ചോദിക്കുകയാണ്, ഒരു മാസം 50,000 രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടുമെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ചോദ്യം കേട്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നു ഇപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ്സിൽ നിന്ന് എത്രമാത്രം രൂപ ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ല എന്നുള്ളതല്ലേ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ട് നമ്മളുടെ ഒരു ഓഫീസ് ഇട്ടിട്ട് എനിക്ക് ഒരു ഓഫീസിൽ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം ഒട്ടും തന്നെ ഇല്ല. അപ്പൊ ഞാൻ ഈ ഒരു ഓഫീസ് മാത്രമായിട്ട് ഇടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഓഫീസ് പണ്ടേ സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ട സമയമായി. കാരണം ഒരു ദിവസം 3-4 കസ്റ്റമേഴ്സ് മാത്രമാണ് എനിക്ക് ഡയറക്റ്റ് ഓഫീസിൽ വരാറുള്ളൂ. എന്നാൽ നമുക്ക് വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ, നമുക്ക് ഓൺലൈനായിട്ട് വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ വളരെ വലുതാണ്. നമ്മൾ വർക്ക് ചെയ്ത് തീരാത്ത അത്ര കസ്റ്റമേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഓൺലൈനായിട്ടാണ് എനിക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്ന ആളായാലും നിങ്ങളുടെ ബിസിനസ്സിനെ ഓൺലൈനിലോട്ട് മാറ്റുക കേട്ടോ. നമുക്ക് ഇരട്ടി ലാഭമാണ് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക്, ഈ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യാത്ത ആളുകൾക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് കിട്ടുമെന്ന് യാതൊരു ധാരണയില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഇപ്പോൾ നമ്മളുടെ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസിന്റെ കാര്യം തന്നെ എടുക്കാം. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വെറും ഇപ്പൊ 1000 റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താണ്, നമ്മൾക്ക് ഒരു ഷോപ്പ് ഒന്നും ഇല്ല അല്ലെ. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ജ്വല്ലറി മാത്രമാണ് ആളുകൾ വീഡിയോയിൽ കാണുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കിൽ ഒരുപാട് ഇമിറ്റേഷൻ ജ്വല്ലറി ഒന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 5-6 ജ്വല്ലറി വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. എന്നിട്ട് അത് വിറ്റ് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്തതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോപ്പ് നിറച്ച് നമുക്ക് പ്രോഡക്റ്റ് വെക്കേണ്ട ആവശ്യം വന്നില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള എമൗണ്ടിന് നമുക്ക് ജ്വല്ലറി വാങ്ങിച്ചിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ആ ഒരു ബിസിനസ് ഇൻ കേസ് ഒരു പരാജയമാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു 1000 രൂപയാണല്ലേ നഷ്ടമാകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ട് അത്യാവശ്യം ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് ഒന്ന് സെറ്റ് ആയ ശേഷം എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സീസൺ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, എനിക്ക് പ്രോഫിറ്റ് പറയണമെന്നുണ്ട്. പക്ഷെ നമുക്ക് യൂട്യൂബ് വീഡിയോസിലൂടെ അങ്ങനെ പ്രോഫിറ്റ് പറയാനായിട്ട് സാധിക്കില്ല. വളരെ നല്ല രീതിയിൽ നിങ്ങൾ വിചാരിക്കാത്ത അത്ര ലാഭമാണ് കേട്ടോ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം എന്റെ തന്നെ ഒരു ഹിസ്റ്ററി തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ഉള്ളതായിരുന്നു. ഇപ്പൊ നമ്മൾ അത്യാവശ്യം സ്റ്റാഫിനെ ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നോണ്ട് തന്നെയാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ 10-30,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്ന് വിചാരിക്കാതിരിക്കുക. നമുക്ക് ഇപ്പൊ ഒരു ഫാമിലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ എനിക്കത് ഒത്തിരി ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഒരു വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ കരുതും ഞാൻ വെറുതെ ഇരുന്ന് തള്ളുന്നതാന്നുള്ളത്. എന്നാൽ എന്നെ അറിയുന്ന, ഇപ്പോൾ എന്റെ സ്റ്റാർട്ടിങ് മുതലേ എന്റെ വീഡിയോസ് കണ്ടുവരുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ, അച്ചാറാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം, ഡ്രസ് ആകാം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഓൺലൈൻ ആയിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു മൈക്ക് പോലും ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റാൻഡ് പോലും, നമുക്ക് ക്യാമറ വെക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡ് പോലും ഉണ്ടായിരുന്നില്ല അല്ലെ. ആദ്യം നല്ല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, എന്നാൽ ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റേബിൾ ആണ്, പിന്നെ അത്രയും നമ്മൾ കഷ്ടപ്പെടണ്ട. അപ്പൊ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ തന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ അടുത്തൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാം. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിനകത്ത് ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്തത്, എങ്ങനെയാണ് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്തത്, എവിടെ നിന്നാണ് പ്രോഡക്റ്റ് വാങ്ങുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ.